Hey all, welcome to Rise Up Daily Answer Writing Club. Today is the day 25 of our Rise Up Daily Answer Writing. ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആൻഷ്യൻറ്റ് മിഡീവൽ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഒരു ഹിസ്റ്ററി ബേസിസ് ക്വസ്റ്റ്യൻ അല്ല. ഇറ്റ്സ് ലൈക്ക് ഹിസ്റ്ററിയും ജോഗ്രഫിയും UPSC ഹാസ് എ ടെൻഡൻസി രണ്ട് സബ്ജക്ട്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ക്ലബ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. സോ അങ്ങനെ ഒരു ടെൻഡൻസിയിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഹിസ്റ്ററിയും ജോഗ്രഫിയും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ടുവേർഡ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻഷ്യൻറ്റ് ഇന്ത്യ. ഓക്കെ, സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് UPSC ചോദിച്ചിട്ടുള്ളത്. അതായത് ആൻഷ്യൻറ്റ് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിൽ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ എങ്ങനെ പറയാം, നമുക്ക് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം ഇൻട്രോ ജസ്റ്റ് ഇത് പറഞ്ഞിട്ട് സ്ട്രക്ചർ ചെയ്യാം അല്ലേ. ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിന് റോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻട്രോ കൊടുക്കാം അല്ലേ. എന്തൊക്കെയാണ് ആ റോൾ എന്ന് ജസ്റ്റ് ഒരു സമ്മറൈസിങ് ഇൻട്രോ കൊടുക്കാം. ആൻഡ് ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രത്യേകത, ഈ ഒരു ക്വസ്റ്റിന് ജസ്റ്റ് വൺ പാർട്ടേ നമുക്ക് അഡ്രസ്സ് ചെയ്യാനുള്ളൂ, റോൾ ഓഫ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഇൻ ആൻഷ്യൻറ്റ് ഇന്ത്യ. ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ഇൻട്രോ കൊടുക്കാൻ നോക്കാം. Ancient India's development was deeply influenced by its diverse geography, fertile river plains, protective mountains, and expansive coastline, which shaped agriculture, trade routes, political unity, and cultural exchange, laying the foundation for its easy civilizations. എന്താ പറയുന്നത്, ആൻഷ്യൻറ്റ് ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ്, ആൻഷ്യൻറ്റ് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്, ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഫെർട്ടൈൽ റിവേഴ്സ്, പ്രൊട്ടക്റ്റീവ് മൗണ്ടൻസ്, എക്സ്പാൻസീവ് കോസ്റ്റ് ലൈന് ഭയങ്കര നല്ല റോളുണ്ട്. ഹൗ ആസ് ദേ ഷേപ്ഡ് അഗ്രികൾച്ചർ, ട്രേഡ് റൂൾ, പൊളിറ്റിക്കൽ യൂണിറ്റി ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച്. സോ ലേയിങ് ഫൗണ്ടേഷൻ ടു ദ ഏർലി സിവിലൈസേഷൻ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇൻട്രോ കൊടുക്കാം, ദ ഇൻ്റർപ്ലേ ഓഫ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, മൺസൂൺ ഡിപ്പെൻഡൻറ്റ് അഗ്രികൾച്ചർ, ഹിമാലയൻ ബാരിയേഴ്സ്, നാവിഗബിൾ റിവേഴ്സ് played a pivotal role in the ancient India's socio-economic growth, urban prosperity and cultural integration, making it a cradle of civilization. ഒരുപാട് ജോഗ്രഫിക്കൽ ഇൻ്റർപ്ലേ ഓഫ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ത്യ വാസ് എ ക്രാഡിൽ ഓഫ് സിവിലൈസേഷൻ എന്ന് പറയാം. സോ ഞാനിവിടെ ഏതൊക്കെ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതെന്ന് ഭയങ്കര ജനറൽ ആയിട്ടുള്ളൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു ഈസി മാപ്പ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കൊടുക്കുക. ഓക്കെ, സോ അവർ ഫസ്റ്റ് റോൾ ഓഫ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഏൻഷ്യൻറ്റ് ഇന്ത്യ. നാച്ചുറൽ ബാരിയേഴ്സ് ആൻഡ് ഇൻവേഷൻ. എങ്ങനെയുണ്ട്, ഹിമാലയാസ് പോലെയുള്ള നാച്ചുറൽ ബാരിയേഴ്സ് ഉണ്ടായത് കൊണ്ട് തന്നെ അത് പലപ്പോഴും ഇൻവേഷൻസിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് എന്ത് പറ്റി, ഖൈബർ പാസ്, ബോലം പാസ് പോലത്തെ പാസസ് വഴി നമുക്ക് ഇൻവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഖൈബർ പാസ് വഴി എന്ത് വന്നിട്ടുണ്ട്, സെൻട്രൽ ഏഷ്യൻ ഇൻവേഷൻ. ആര്യാസ് ആൻഡ് കുഷാനാസ് ഫ്രം സെൻട്രൽ ഏഷ്യ കെയിം ടു ഇന്ത്യ ത്രൂ ദ passes and build empires here and caused cultural syncretism. എങ്ങനെയൊക്കെയാണ് നമ്മുടെ റിലീജിയൻ കൾച്ചറിലൊക്കെ ഈ സെൻട്രൽ ഏഷ്യൻ കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഗാന്ധാര ആർക്കിടെക്ചറിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. ദെൻ വാരിഡ് ടെറൈൻ, ഇറ്റ് ഷേപ്ഡ് ആൻഷ്യൻറ്റ് ഇന്ത്യാസ് ഡിഫെൻസ് ആൻഡ് എക്സ്പാൻഷൻ. ആരവല്ലീസ് രജപുത്സിനെ ഷെൽട്ടർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗാംഗറ്റിക് പ്ലെയിനിലെ റിസോഴ്സസ് മൗര്യൻ കോൺക്വസ്റ്റിനെ, ഡെക്കാൻ പ്ലാറ്റ്യൂവിൽ റീജിയണൽ കിങ്ഡംസ് ആയിട്ട് സതവാഹനാസിനെയും മറാത്താസിനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ മൺസൂൺ ആൻഡ് സെറ്റിൽമെൻറ്റ്. മൺസൂൺ സിസ്റ്റം ഡിക്റ്റേറ്റഡ് അഗ്രീറിയൻ സൈക്കിൾ ഷേപ്പിംഗ് കിങ്ഡം ഇൻ റിവർ വാലി വൈൽ അരിഡ് റീജിയൻ. സോ മൺസൂൺ സിസ്റ്റം അതിൻ്റെ അഗ്രികൾച്ചറൽ ഡിപ്പെൻഡൻസ് ഒക്കെ ഈ കിങ്ഡംസിൻ്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇൻ ദ റീജിയൻസ് ഓഫ് രാജസ്ഥാൻ. സോ റൈസിങ് വേരിയസ് അണ്ടർ സൊസൈറ്റീസ് ലൈക്ക് രജപുട്സ്. ദെൻ റിവർ സിസ്റ്റം ആൻഡ് ഹൈഡ്രോളിക് സിവിലൈസേഷൻ. നമ്മുടെ സിവിലൈസേഷൻസ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ, പിന്നെ വേദിക് സിവിലൈസേഷൻ അലോങ് ഗംഗാ റിവർ, ഇതൊക്കെ എന്താണ്, ഈ ഒരു റിവർ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വളർന്നു വന്ന സിവിലൈസേഷനാണ്. എക്സാമ്പിൾ മഗധ റീജിയൻ റേസ്ഡ് ഇൻ ടു പ്രോസ്പെരിറ്റി അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് ഡ്യൂ ടു ദ ഈ ഒരു റിസോഴ്സ് റിച്ച് റീജിയൻസ് കാരണം. റിവർ സിസ്റ്റത്തിൽ എന്തുണ്ട്, സോയിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. സോയിലൊക്കെ അഗ്രികൾച്ചറിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഫ്ലഡ് പ്ലെയിൻസ്, അലൂവിയൽ ഫോർമേഷനൊക്കെ കാരണം. ദെൻ ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ സൊസൈറ്റീസ്. ഡെൻസ് ഫോറസ്റ്റ് ഓഫ് ഇന്ത്യാസ് ഈസ്റ്റേൺ ഗാറ്റ്സ് ഫോസ്റ്റേഡ് ട്രൈബൽ റിപ്പബ്ലിക്സ് ആൻഡ് കോൺഫെഡറസി ആൻഡ് എസറ്റിക് ട്രഡീഷൻ. ജൈനിസം, ബുദ്ധിസം ചാലഞ്ചിങ് ബ്രാഹ്മണിക്കൽ ഡോമിനൻസ്. അപ്പോൾ വാജി ജനപദാസിൻ്റെ എക്സാമ്പിൾ അവിടെ കൊടുക്കാം നമുക്ക്. ദെൻ കോസ്റ്റൽ ട്രേഡ് ആൻഡ് കൾച്ചറൽ ഡിഫ്യൂഷൻ. Natural ports like Laodas, Muziris, Tamil linked to India to Mesopotamia, Rome, Southeast Asia. സോ അമരാവതി കൾച്ചർ, അതേപോലെ ചോള, ചേര, പാണ്ഡ്യൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ ഈ ഒരു കോസ്റ്റിലും പിന്നെ ആ ഒരു കൾച്ചറൽ സിൻക്രറ്റൈസേഷനൊക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ കംസ്
regionalism and diversity. Varied geography, forest and mountains and coast led to distinct cultural zones. Dravidian in south, Aryan in north. ഇതൊക്കെ കാരണം ഇതിനൊക്കെ ഇത്രയും ഡൈവേഴ്സിറ്റി കാരണം എന്താ ഈ ഒരു വാരിഡ് ജോഗ്രഫി തന്നെയാണ്. ആൻഡ് ഈ ജോഗ്രഫി പൊളിറ്റിക്കൽ യൂണിഫിക്കേഷനും കാരണമായിട്ടുണ്ട്. ഇറ്റ് ആൾസോ ലെഡ് ടു പൊളിറ്റിക്കൽ ഫ്രാഗ്മെൻറ്റേഷൻ ഓൾസോ. യൂണിറ്റി അണ്ടർ ഗുപ്താസ്, ഫ്രാഗ്മെൻറ്റേഷനും ആഫ്റ്റർ ദാറ്റ് ഈ കൾച്ചർ കാരണം ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ട്. ഇപ്പോഴും ആ ഒരു ഫ്രാഗ്മെൻറ്റേഷൻ നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. ദെൻ അഗ്രികൾച്ചറൽ ആൻഡ് അർബനൈസേഷൻ. ദ ഫെർട്ടൈൽ ഇൻഡോ-ഗാംഗറ്റിക് പ്ലെയിൻ ആൻഡ് റിവർ സിസ്റ്റം എനേബിൾ സർപ്ലസ് അഗ്രികൾച്ചർ സപ്പോർട്ടിംഗ് അർബൻ സെൻറ്റേഴ്സ് ലൈക്ക് പത്തലിപുത്ര, ഹാരപ്പ. അലൂവിയൽ സോയിൽ, ഗംഗ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലെ അലൂവിയൽ സോയിൽ മൗര്യൻ എംപയറിൻ്റെ ഡെവലപ്മെൻറ്റിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ ട്രേഡ് ആൻഡ് എക്കോണമി. ദ പെനിൻസുല കോസ്റ്റ് ലൈൻ ഫെസിലിറ്റേറ്റ് മാരിടൈം ട്രേഡ് വൈൽ ഡെക്കാൻസ് മിനറൽ വെൽത്ത് ബൂസ്റ്റഡ് മെറ്റലർജി ആൻഡ് എക്കോണമി. ഇങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. വൈൽ ഇന്ത്യാസ് ഫേസ്ഡ് ചാലഞ്ചസ് ഡ്യൂ ടു ഡൈവേഴ്സ് ജോഗ്രഫി. നമ്മൾ ഡൈവേഴ്സ് ജോഗ്രഫി കാരണം ഒരുപാട് ഇഷ്യൂസ്, ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഡൈവേഴ്സ് ജോഗ്രഫിയുടെ ഒരു റിച്ച് ആൻഡ് റിസൾട്ടാണ്. ഓക്കെ, ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് ജോഗ്രഫിക്കൽ എലമെൻറ്റ് ആൻഡ് ഹ്യൂമൻ ഇൻഡിവിജ്വൽസ് ക്രിയേറ്റഡ് ടാപ്പസ്ട്രി ഓഫ് സിവിലൈസേഷൻ ദാറ്റ് ഹാവ് ലെഫ്റ്റ് എൻ ഇൻഡെലിബിൾ മാർക്ക് ഓൺ ദ ഇന്ത്യാസ് ഹെറിറ്റേജ്. ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് സ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഉള്ള കണ്ടൻറ്റ് വെച്ചിട്ട് ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫ്രെയിം വർക്കിൽ അങ്ങ് ആൻസർ എഴുതി എക്സാമ്പിൾ കൊടുത്താൽ മാത്രം മതി. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഓൾ.